ക്ലെയർ സിൽവിയ എന്ന പേരുള്ള ഒരു 38-കാരി ഒരു ദിവസം വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഉണരുകയാണ്. അവർക്ക് ഒരു ബിയർ കുടിക്കാൻ അതിയായ ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. അതോടൊപ്പം ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആയ ചിക്കൻ നഗറ്റ്സും മറ്റും കഴിക്കുന്നതിൽ വലിയൊരു കൊതി. ഒരു നർത്തകിയും തന്റെ ആരോഗ്യത്തെക്കുറിച്ച് വലിയ കരുതലും ഉണ്ടായിരുന്ന ക്ലെയർ സിൽവിയ ഇതാദ്യമായിട്ട് ഇത്തരം ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അവരില് ഇത്തരം കാര്യങ്ങള് ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അവരൊരു ജീവിതകാലം മുഴുവൻ ഏതാണ്ട് ഒരു വെജിറ്റേറിയൻ ആയിരുന്നു. അവരൊരു നർത്തകിയായിരുന്നു. അതുകൊണ്ട് അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും അവർ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും എല്ലാം വലിയ ചിട്ടയുണ്ടായിരുന്നു. ഇതെല്ലാം മാറി മറയുന്നത് ഇപ്പോഴാണ്. അതിനൊരു കാരണവുമുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അവരുടെ ഹൃദയവും ശ്വാസകോശവും മാറ്റിവെക്കപ്പെടുകയുണ്ടായി. വേറൊരു വ്യക്തിയിൽ നിന്ന് ദാനമായി കിട്ടിയ ഹാർട്ടും ലങ്ങും ആണ് അവരിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ഇതോടൊപ്പം അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അവയവദാനം ഇന്ന് ഒരു സാധാരണ ശസ്ത്രക്രിയയായിട്ട് മാറുമ്പോൾ ഇത്തരം കാര്യം വളരെ സാധാരണമായിട്ട് ഒരുപാട് പേരിൽ എത്തുമ്പോൾ നമുക്കിന്ന് ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയം, ഇത്തരം അവയവം ദാനം കിട്ടുന്ന വ്യക്തികളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അവര് വേറൊരു വ്യക്തിയായി മാറുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിൽ വലിയ സവിശേഷമായിട്ടുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് ലോകത്തില് ഏതാണ്ട് 2 ലക്ഷത്തോളം അവയവദാനങ്ങൾ ഉണ്ടാകുന്നു ഓരോ വർഷവും എന്ന് കരുതപ്പെടുന്നു. ഓരോ വർഷവും ഏതാണ്ട് 10,000-ഓളം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ പോലും ഉണ്ടാകുന്നത്. ഇത്തരം ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ അതോടൊപ്പം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് ഈ വ്യക്തികളിൽ ഉണ്ടാകുന്ന വലിയ ഒരു മാനസികമായിട്ടുള്ള പരിവർത്തനം. ഇതേക്കുറിച്ച് 2024 നടത്തിയ ഒരു പഠനം, 47 വ്യക്തികളെ ഈ പഠനം നടത്തിയപ്പോൾ അതില് 90% ആൾക്കാരിലും അവരുടെ വ്യക്തിത്വത്തില് വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നാണ് അവര് സ്വയം അഭിപ്രായപ്പെട്ടത്. അവയവദാനത്തിന് ശേഷം അവരുടെ ചിന്തകളില്, അവരുടെ ഓർമ്മകളില്, അവരുടെ പെരുമാറ്റത്തില്, ഇവൻ ചില ശാരീരികമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നവര് അനുമാനിക്കുന്നു. ശബ്ദം മാറുന്നു, നടത്തത്തിന്റെ രീതി മാറുന്നു, അതുപോലെ സ്വപ്നങ്ങള് മാറുന്നു, പുതിയ പുതിയ ഓർമ്മകൾ ഉണ്ടാകുന്നു, അവർക്ക് ഇന്നുവരെ ഇല്ലാത്ത അഭിരുചികൾ ഉണ്ടാകുന്നു. ഇതെല്ലാം സാധാരണമായിട്ട് വരുന്നു. ക്ലെയർ സിൽവിയ അവര് ഒരു നർത്തകിയായിരുന്നു, കലാപരമായിരുന്നു അവരുടെ അഭിരുചികളെങ്കിൽ അവരുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവര് കൂടുതൽ കായികമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിരുചി ഉണ്ടാകുന്നു. ഇതേക്കുറിച്ച് അവര് അന്വേഷിക്കുമ്പോൾ അവർക്ക് അവയവദാനം നൽകിയ വ്യക്തി ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിൽ മരിക്കുകയാണ്. അദ്ദേഹത്തിന് 18 വയസ്സായിരുന്നു പ്രായം. ഇതുപോലെ ഫാസ്റ്റ് ഫുഡിലോട് വലിയ കമ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഒരു അഭിരുചിയാണ് ഈ അവയവദാനം കിട്ടിയ സ്ത്രീക്കും പിന്നീട് ഉണ്ടാകുന്നത്. ഇത് വാസ്തവത്തിൽ ഒരു തോന്നൽ മാത്രമാണോ, അതോ ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ ഇത് ഒരു സെല്ലുലാർ ലെവൽ പ്രോസസ്സിൽ ആണ് നമ്മുടെ മെമ്മറീസും നമ്മുടെ വ്യക്തിത്വവുമെല്ലാം സൂക്ഷിക്കുന്നത് എന്ന അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതൊരു ന്യൂനപക്ഷമാണ്. ഇത്തരം അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവര് DNA അല്ലെങ്കിൽ RNA ഓരോ കോശത്തിലും നമ്മുടെ ഓർമ്മകളും നമ്മുടെ വ്യക്തിത്വവും നിലനിൽക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. അതോടൊപ്പം ചില അവയവങ്ങൾ, അതായത് ഹാർട്ട് പോലുള്ള അവയവങ്ങൾ വെറും കോശങ്ങൾ മാത്രമല്ല, അവിടെ ന്യൂറോൺസും ഉണ്ട്, നാഡീകോശങ്ങളും ഉണ്ട്. ഒരു ഹൃദയത്തില് ഏതാണ്ട് 40,000-ഓളം നാഡീകോശങ്ങളുണ്ട് എന്ന് കരുതപ്പെടുന്നു. 40,000 നാഡീകോശങ്ങളെ ലിറ്റിൽ ബ്രെയിൻ എന്നാണ്, ഒരു ചെറിയ ബ്രെയിൻ ആയിട്ട് സങ്കല്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ന്യൂറോൺസ് ഈ അവയവദാനം കിട്ടിയ വ്യക്തിയുമായിട്ട് സംവദിക്കുന്നു, ആ വ്യക്തിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഇതല്ല, കോശങ്ങളിലെ ചില പ്രോട്ടീൻസിലും ഇത്തരം സ്മൃതികളും ഓരോരുത്തരുടെയും വ്യക്തിത്വങ്ങളും സൂക്ഷിക്കപ്പെടാം എന്ന് ചിലര് അഭിപ്രായപ്പെടുന്നുണ്ട്. എപ്പിജനറ്റിക് ആയിട്ട് നമ്മുടെ DNA പുറത്ത് നിൽക്കുന്ന ചില മോളിക്യൂൾസിൽ ഈ കാര്യങ്ങൾ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവയവദാനം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. സ്വീകരിക്കുന്ന വ്യക്തി അത് ദാനം ചെയ്ത വ്യക്തിയുടെ വ്യക്തിത്വവുമായിട്ട് ഒരു മിക്സിംഗ് നടക്കുന്നതായിട്ട് ചിലര് അഭിപ്രായപ്പെടുന്നു. ഇതല്ല, ഹൃദയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹൃദയം വളരെ ശക്തമായിട്ടുള്ള
ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ഒരു അവയവം കൂടിയാണ്. ബ്രെയിനിനേക്കാളും ശക്തിയുള്ള ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഹൃദയത്തിന് ഉണ്ടാക്കാൻ സാധിക്കും. ആ ഫീൽഡിനെ മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രാമിൽ അതിന്റെ ഇലക്ട്രോഡ്സ് ശരീരത്തിന്റെ പുറത്ത് ആണ് വെക്കുന്നത്. അത് ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ 1 മീറ്റർ അകലെ വച്ചാൽ പോലും നമുക്ക് അതിന്റെ സിഗ്നൽസ് കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അത്രയും ശക്തമായിട്ടുള്ള ഒരു എനർജറ്റിക് ഫീൽഡ്, അതിലാണ് നമ്മുടെ ഇമോഷണൽ പേഴ്സണാലിറ്റി, സ്മൃതികളെല്ലാം നിൽക്കുന്നതായിട്ട് ചിലർ അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് അവയവം ദാനം ഉണ്ടാകുമ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തിയിലും ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഇത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമല്ല. കിഡ്നി, ലിവർ, ലങ്സ് തുടങ്ങിയ പല അവയവങ്ങൾ മാറ്റിവെക്കുമ്പോഴും ആ വ്യക്തികളിൽ പരിവർത്തനമുണ്ടാകുന്നു എന്ന് അവർ സ്വയം അവകാശപ്പെടുന്നുണ്ട്. കൂടുതലും ഇത് സ്വയം അവകാശപ്പെടുന്നതുകൊണ്ട് ഇതൊരു തോന്നലാണ്, അവരുടെ വ്യക്തിത്വത്തിൽ ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് എന്നാണ് പൊതുവെ ശാസ്ത്രലോകം ഇതിനെ വിലയിരുത്തുന്നത്. അതല്ലാതെ അവയവത്തിലൂടെ പുതിയ മെമ്മറീസ് കിട്ടുകയോ അവയവത്തിലൂടെ പുതിയ ഒരു പേഴ്സണാലിറ്റി മറ്റൊരു വ്യക്തിയിലേക്ക് എത്തിച്ചേരുകയോ ചെയ്യുന്നത് അത് സ്യൂഡോ സയൻസ് എന്നുള്ള അല്ലെങ്കിൽ ഫ്രിഞ്ച് സയൻസ് എന്നുള്ള ഒരു കാര്യമായിട്ടാണ് പൊതുവെ ശാസ്ത്രലോകം ഇന്ന് വിലയിരുത്തുന്നത്. നമ്മുടെ സ്മൃതികള്, മെമ്മറീസ് നിൽക്കുന്നത് നമ്മുടെ ബ്രെയിനിലാണ്, അത് നമ്മുടെ കിഡ്നിയിലല്ല എന്ന് ഡോക്ടർ അബ്ഗെയിൽ മാർഷ് എന്ന ന്യൂറോ സയന്റിസ്റ്റ് അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സെല്ലുലാർ ലെവൽ മെമ്മറീസ് അല്ലെങ്കിൽ എനർജറ്റിക് ഫീൽഡിന്റെ പ്രതിഭാസം എന്നൊക്കെ പറയുന്നത് അതൊരു വെറും ഫാന്റസി മാത്രമാണ്. ഒരു ശാസ്ത്ര അടിത്തറയും ഇല്ലാത്ത ചില അഭിപ്രായങ്ങൾ മാത്രമായിട്ടാണ് പലരും, ശാസ്ത്രലോകത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിലയിരുത്തുന്നത്. ഹൃദയം മാറ്റൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ അവയവം മാറ്റൽ ശസ്ത്രക്രിയ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രോസസ്സാണ്. ആ വ്യക്തികൾക്ക് ഇതിന് വിധേയമാകുന്ന രോഗികൾക്ക് വലിയ ഒരു മെഡിക്കൽ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. ജീവന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ള ഒരു പ്രോസസ്സാണ്. ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പോലെ, ഒരു മരണാസന്ന അനുഭവം പോലുള്ള ഒരു വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള, വളരെ ഘടമായിട്ടുള്ള ഒരു മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് ഈ രോഗികളിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകുന്നു. അതൊരു ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ച് ആയിട്ട് അവർ കാണുന്നതിൽ അതിശയിക്കേണ്ട കാര്യമില്ല എന്നാണ് ശാസ്ത്രലോകം പൊതുവെ വിലയിരുത്തുന്നത്. ഇതുകൂടാതെ ഈ രോഗികള് ഈ ഹൃദയം അല്ലെങ്കിൽ അവയവം മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി കഴിഞ്ഞിട്ട് ഇവർക്ക് വളരെയധികം മരുന്നുകൾ നൽകുന്നുണ്ട്. ഇവരുടെ അവയവങ്ങൾ ശരീരം പുറന്തള്ളാതിരിക്കാൻ വേണ്ടി അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സപ്രസ് ചെയ്യുന്ന ഒരുപാട് മരുന്നുകൾ ഈ രോഗികൾക്ക് നൽകുന്നു. ഈ മരുന്നുകളുടെ ഒരു ഇമ്പാക്റ്റ് അത് മാനസികമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വിലയിരുത്തിയിട്ടുണ്ട്. ഡിപ്രഷൻ, അതുപോലെ സ്ട്രെസ്, ടെൻഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ മരുന്നിലൂടെ ഉണ്ടാകുന്നു എന്ന് വിലയിരുത്തുന്നു. ഒരു വിഭാഗം ശാസ്ത്രജ്ഞരെ കരുതുന്നത് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ സപ്രസ് ചെയ്യുന്ന മരുന്നുകളുടെ ഒരു സൈഡ് എഫക്റ്റ് ആണ് അവരിൽ ഉണ്ടാക്കുന്ന ഈ പരിവർത്തനങ്ങൾ എന്ന് വിലയിരുത്തുന്നു. എന്നാലും ശാസ്ത്രലോകം പൊതുവായിട്ട് അംഗീകരിക്കുന്ന ഒരു കാര്യം, അവയവദാനത്തിന് വിധേയമാകുന്ന വ്യക്തികളിൽ ഇതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. ശാരീരികമായിട്ട് അവരുടെ അസുഖത്തെ ഭേദപ്പെടുത്താൻ ഈ ഒരു ശസ്ത്രക്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും അത് മാനസികമായിട്ടും അവരിൽ ഒരു സൗഖ്യം ഉണ്ടാക്കിയാലേ അതൊരു പൂർണ്ണമായിട്ട് ഉള്ള ഒരു രോഗവിമുക്തിയിലേക്ക് എത്തുകയുള്ളൂ എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവയവം മാറ്റൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുള്ള വ്യക്തികളിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് പൊതുവെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റും, സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, കൗൺസിലിംഗ് തുടങ്ങിയ കാര്യങ്ങളും ആവശ്യമാണ് എന്ന് മെഡിക്കൽ ലോകം പൊതുവെ ഈ കാര്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വളരെ ഗാഢമായിട്ട് പഠിക്കേണ്ട കാര്യമുണ്ട് എന്നും ശാസ്ത്രലോകം പറയുന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത് അനക്ഡോട്ടൽ ആണ്, വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ്, കേസ് സ്റ്റഡീസ് ആണ്. പക്ഷെ അത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡി അല്ല.
അത്തരത്തിലുള്ള കൺട്രോൾഡ് സ്റ്റഡീസിലൂടെ മാത്രമേ നമുക്ക് ഇത് വാസ്തവത്തിൽ ഇതിന്റെ ഒരു അടിത്തറ എന്താണ് എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഈ ഒരു പ്രക്രിയ നടക്കുമ്പോൾ അവിടെ ഒരു കൺഫർമേഷൻ ബയസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാതെ തന്നെ റാൻഡമായിട്ടുള്ള കോയിൻസിഡൻസസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിനെയെല്ലാം നമ്മൾ അതിൽ എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ട് എന്ന് നിരീക്ഷിച്ച് നമ്മൾ അശാസ്ത്രീയമായിട്ടുള്ള എടുത്തു ചാടാൻ സാധ്യതയുണ്ട് എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറച്ചുകൂടി ബാലൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നു. കൂടുതലും ഈ കാര്യത്തിലെ ഈ പ്രതിഭാസം നമ്മുടെ മുന്നിൽ എത്തുന്നത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെയാണ്. ഒരാൾക്ക് തോന്നുന്ന സ്വപ്നങ്ങള്, അദ്ദേഹത്തിന് തോന്നുന്ന ചിന്തകള്, അദ്ദേഹത്തിനുണ്ടായി എന്ന് അദ്ദേഹം പറയുന്ന മെമ്മറീസ്, ഇതെല്ലാം നമുക്ക് ഒരു വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ സാധിക്കില്ല. ഇതെല്ലാം സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് മാത്രമാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് അത്ര വ്യക്തിനിഷ്ഠമല്ലാത്ത അനുഭവങ്ങൾ കൂടിയായി മാറുന്നു. ഒരു കുട്ടിക്ക് അവയവദാനം കിട്ടുകയാണ്. അവയവദാനത്തിന് ശേഷം ആ കുട്ടിയിൽ പുതിയ പല സ്വപ്നങ്ങളും, പേടി സ്വപ്നങ്ങൾ ഉണ്ടാകുകയാണ്. ആ കുട്ടിയെ ആരോ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ഒരു മാനസിക ട്രീറ്റ്മെന്റിന് വിധേയമാക്കുന്നു. ഒരു സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന് വിധേയമാക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ ഒരു പ്രശ്നമാണെന്നും ആ കുട്ടി ദുസ്വപ്നങ്ങൾ കാണുന്നത് അതിൽ ഒരു പ്രശ്നമുണ്ടെന്നും അത് ആ കുട്ടിയുടെ ഒരു നോർമൽ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്നും വിലയിരുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങള് പിന്നീട് അന്വേഷിക്കുമ്പോൾ അവയവം ദാനം ചെയ്ത വ്യക്തി വേറൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി ഒരു കൊലപാതകത്തിലാണ് മരിക്കുന്നത്. ആ കൊലപാതകത്തില് മരിക്കുന്നുണ്ടെങ്കിലും കൊലപാതകത്തെ കുറിച്ച് പിന്നീട് അന്വേഷണത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ആരാണ് ആ കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നതല്ലാതെ അതിലൊരു ക്ലോഷർ കിട്ടാതെ നിൽക്കുന്ന ഒരു കേസായിരുന്നു അത്. എന്നാൽ ഈ കുട്ടിയുടെ സ്വപ്നത്തിൽ നിന്ന് ആ കുട്ടിക്ക് ആരാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ രൂപവും ആ വ്യക്തിയെ കുറിച്ചുള്ള ചില കാര്യങ്ങളും എല്ലാം പോലീസിന് ആ കുട്ടിക്ക് നൽകാൻ സാധിച്ചു. അത് വെച്ച് പോലീസിന് മറ്റേ കുട്ടിയെ കൊലപ്പെടുത്തിയ കൊലപാതകയെ പിടിക്കാനും സാധിക്കുന്നു. ഇത്തരത്തില് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇതുപോലെ വേറൊരു കേസിൽ ഒരു വ്യക്തി അവയവം സ്വീകരിക്കുന്നത് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയ മറ്റൊരു വ്യക്തിയിൽ നിന്നാണ്. ആത്മഹത്യക്ക് വിധേയമായിട്ടുള്ള വ്യക്തിയുടെ ഭാര്യയുമായിട്ട് അവയവം കിട്ടുന്ന ആൾക്ക് വലിയ പ്രണയം തോന്നുകയാണ്. അവര് പിന്നീട് കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ച് 10 വർഷത്തോളം അവര് ഒന്നിച്ച് ജീവിക്കുന്നു. എന്നിട്ട് ഈ അവയവം സ്വീകരിച്ച് ജീവിച്ച വ്യക്തി അദ്ദേഹം മറ്റേ വ്യക്തിയെ പോലെ ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹം എങ്ങനെയാണോ ആത്മഹത്യ ചെയ്ത് മരിച്ചത് അതേ രീതിയിൽ ഇദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഇത് കുറച്ചുകൂടി ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. ഒരുപക്ഷെ ഇതിലൊരു സജഷൻ, ഒരു സൈക്കോളജിക്കൽ ബേസിസ് ഒക്കെ ഉണ്ടെങ്കിലും ഇത് കുറച്ചുകൂടി നമുക്ക് സൈക്കാട്രിക് ആയിട്ട് പോലും അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടും ഒരു തേർഡ് പാർട്ടി അറ്റസ്റ്റേഷനോട് കൂടി പഠിക്കാനും പറ്റുന്ന കേസുകളാണിത്. ചിലര് അവരുടെ വ്യക്തി സ്വഭാവങ്ങൾ മാറുന്നതായിട്ട് അവർ സ്വയം അവകാശപ്പെടുന്നു. അവരുടെ അഭിരുചികൾ മാറുന്നു, അവരുടെ ചിന്തകൾ മാറുന്നു, അവരുടെ ശബ്ദം തന്നെ മാറുന്നു. ക്ലെയർ സിൽവിയ എന്ന സ്ത്രീ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് മാറുന്നതായിട്ട് അവർ പറയുന്നു. അവർക്ക് പിന്നീടുള്ള അഭിരുചി കലയോടല്ല സ്പോർട്സിനോടാണ് എന്ന് പറയുന്നു. വളരെ കണിശക്കാരായിട്ടുള്ള ബിസിനസ്സുകാര്, യാതൊരു രീതിയിലും അനുകമ്പയോ മറ്റോ പ്രകടിപ്പിക്കാത്തവര് ഇത്തരം അവയവം സ്വീകരിച്ചതിന് ശേഷം അവര് വലിയ സ്വാത്വികന്മാരായിട്ട് മാറുന്നു, ദാനശീലന്മാരായിട്ട് മാറുന്നു, മറ്റുള്ളവരോട് വലിയ അനുകമ്പയുള്ളവരായിട്ട് മാറുന്നു. അവയവം ദാനം ചെയ്ത വ്യക്തിയിൽ ഈ ക്വാളിറ്റീസ് നിലനിന്നതായിട്ട് നമുക്ക് പിന്നീട് കണ്ടെത്താനും സാധിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സിലൂടെ നമുക്കിതിന്റെ ഒരു ശാസ്ത്ര അടിത്തറ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഒരു വീക്ക് എവിഡൻസ് മാത്രമാണ്. അനക്ഡോട്ടൽ ആയിട്ടുള്ള കേസ് സ്റ്റഡീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില പഠനങ്ങളാണ്. 2024 ഏതാണ്ട് 90% ആൾക്കാർക്കും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ സാമ്പിൾ സ്റ്റഡിയാണ്. 49 വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിന്ന പഠനം. വാസ്തവത്തിൽ അവയവദാനം ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഓരോ വർഷവും ചെയ്യുമ്പോഴും ഓരോ വർഷവും അതിന്റെ തോത് കൂടിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് സൊസൈറ്റിയുടെ വലിയൊരു ക്രോസ് സെക്ഷനെ ഈ ഒരു പഠനത്തിന് വിധേയമാക്കാവുന്നതാണ്. അത്തരം പഠനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. എന്നാലും പൊണ്ടർ ലാബിൽ നമ്മൾ ഈ യാഥാർത്ഥ്യം എന്താണെന്നും
അതില് ജീവൻ എന്താണെന്ന് ഉള്ളതിനെ കുറിച്ചുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ചിന്ത, ഒരു വിചാരം നമ്മളിവിടെ ചെയ്യാൻ ശ്രമിക്കുന്നു. അത്തരം ചിന്തയിൽ നിന്ന് നമ്മൾ ഇതുവരെ സ്ഥാപിച്ചത് നമ്മുടെ ബ്രെയിൻ ബോഡി സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നസ്, ബോധത്തിന്റെ ഉറവിടമല്ല. ബോധം ഉദിക്കുന്നത് ബ്രെയിനിൽ നിന്നോ ബോഡിയിൽ നിന്നോ അല്ല. വാസ്തവത്തില് ബോഡി ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ അവബോധത്തിന്റെ ഒരു പ്രതിബിംബം, റെപ്രസെന്റേഷൻ മാത്രമാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് ഇന്നത്തെ ഫിസിക്സിന്റെ പശ്ചാത്തലത്തിലും ന്യൂറോ സയൻസിന്റെ പശ്ചാത്തലത്തിലും നമ്മുടെ ബയോളജിക്കൽ സയൻസസിന്റെ പശ്ചാത്തലത്തിലും എല്ലാം പുതുതായിട്ട് വന്ന ഗവേഷണത്തിന്റെ ആ സാധ്യതകളെ, അതിന്റെ റിസൾട്ടിനെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു ചിന്തയിലേക്ക് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്നുള്ളത് ഒരു ലൂസിഡ് അവയർനെസിന്റെ റെപ്രസെന്റേഷൻ മാത്രമാണ്. എങ്ങനെയാണോ ഒരു തീനാളം കെമിക്കൽ കമ്പസ്റ്റന്റെ ഒരു റെപ്രസെന്റേഷൻ ആകുന്നത് എന്നതുപോലെ നമ്മുടെ തെളിഞ്ഞ ബോധത്തിന്റെ, നമ്മുടെ വളരെ വ്യക്തമായിട്ടുള്ള അവയർനെസിന്റെ, അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് ബ്രെയിനിനെ കരുതാമെങ്കിൽ അത്ര വ്യക്തതയില്ലാത്ത ചില ബോധമണ്ഡലങ്ങളുടെ ഒരു പ്രതിബിംബമായിട്ട് നമ്മുടെ ശരീരത്തെയും കാണാം. അങ്ങനെ ലൂസിഡ് അവയർനെസ്സും അവ്യക്തമായിട്ടുള്ള അവയർനെസ്സും തെളിഞ്ഞ ബോധവും അത്ര വ്യക്തമല്ലാത്ത ബോധത്തിന്റെയും ഒരു സമ്മർശമായിട്ട് നമുക്ക് ബ്രെയിൻ ബോഡി സിസ്റ്റത്തെ കാണാം. ഓരോ അവയവവും ടിഷ്യൂകളുടെ ഒരു കൂട്ടം മാത്രമല്ല, അത് മറ്റെന്തിനെയോ പ്രതിദാനം ചെയ്യുന്നു. അതിൽ നമ്മുടെ ബോധത്തിന്റെ ചില മണ്ഡലങ്ങള്, ചില ലെയേഴ്സ് അതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അവയവത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്നത് വെറും മെറ്റീരിയൽസോ ടിഷ്യൂസോ മാത്രമല്ല, അതിന്റെ പിന്നിൽ നിലനിൽക്കുന്ന ഒരു റിയാലിറ്റി, ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അത്തരം ഒരു യാഥാർത്ഥ്യം ഒരു കോൺഷ്യസ് ബേസ്ഡ് റിയാലിറ്റിയാണ് എന്ന് നമ്മൾ സമർത്ഥിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം അവയവദാനം കിട്ടുമ്പോൾ ആ കോൺഷ്യസ്നെസ് ആണ്, കോൺഷ്യസ്നെസിന്റെ ഒരു ഭാഗം, ഒരു പ്രത്യേക ലെയർ അല്ലെങ്കിൽ ഒരു പ്രത്യേക മണ്ഡലമാണ് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തുന്നതെന്നും അതിന്റെ ഒരു സമ്മർശമായിട്ട്, അതിന്റെ ഒരു മിക്സ്ചറായിട്ട് പുതിയ പരിവർത്തനങ്ങൾ ഉണ്ടാകാം എന്നും നമുക്ക് കരുതാം. ഇത് ഒരു ഹൈപ്പോത്തസിസ് ആയിട്ടെങ്കിലും നമുക്ക് എടുത്തുകൊണ്ട് ഇതിനെ നമുക്ക് ഇനി വരുന്ന ശാസ്ത്രീയ തെളിവുകളുടെ വെളിച്ചത്തിൽ ഇതിനെ പരിശോധിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ മുന്നിൽ വളരെ ശക്തമായിട്ടുള്ള എംപിറിക്കൽ ഡേറ്റ ഈ ഒരു കാര്യത്തെക്കുറിച്ചില്ല. നേരത്തെ പറഞ്ഞതുപോലെ വീക്ക് എവിഡൻസ് മാത്രമാണുള്ളത്. എവിഡൻസ് ശക്തമാകുമ്പോൾ ഈ ഹൈപ്പോത്തസിസിനെ അത് നിരാകരിക്കുന്നോ അതോ അതിനെ ശക്തപ്പെടുത്തുന്നോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ കൂടുതൽ ചിന്തിക്കാം.